3 വയസ്സ് മുതൽ കുഞ്ഞു മറിയം ദേവാലയത്തിൽ വളർന്നു വന്നു. മാലാഖമാരോട് സംഭാഷിച്ചും ദൈവിക ശ്രേഷ്ഠന്മാരിൽ നിന്ന് അരുളപ്പാടുകൾ സ്വീകരിച്ചും വിശുദ്ധിയിൽ വളർന്നു വന്ന മറിയത്തിന് 12 വയസ്സ് തികഞ്ഞു. യഹൂദ പാരമ്പര്യപ്രകാരം പെൺകുട്ടികൾക്ക് പ്രായപൂർത്തിയാകുന്നത് 12 വയസ്സ് തികയുമ്പോഴാണ്. ദേവാലയത്തിലെ അന്തേവാസികളായ പെൺകുട്ടികൾക്ക് പ്രായപൂർത്തിയായാൽ തുടർന്ന് അവിടെ താമസിക്കുവാൻ അനുവാദമില്ല. മറിയത്തോടൊപ്പമുണ്ടായിരുന്ന പ്രായപൂർത്തിയായ കന്യകമാരെല്ലാം സ്വന്തം മാതാപിതാക്കളോടൊപ്പം അവരവരുടെ ഭവനങ്ങളിലേക്ക് മടങ്ങി. എന്നാൽ കന്യാവ്രതത്തിന് പൂർണ്ണമായി സമർപ്പിക്കുകയും ദേവാലയത്തിലേക്ക് ഏൽപ്പിക്കപ്പെടുകയും അനാഥയുമായി തീർന്ന ഏക കന്യകയായ മറിയം മാത്രം അവിടെ ശേഷിച്ചു. മറിയത്തിൻ്റെ ഭാവിയെക്കുറിച്ച് മഹാപ്രധാന ആചാര്യൻ ആകുലചിത്തനായി. യഹൂദ വിധിപ്രകാരം 14 വയസ്സ് തികയുന്ന കന്യകയ്ക്ക് വിവാഹനിശ്ചയം നടത്തേണ്ടതുണ്ട്. വിവാഹനിശ്ചയം നടത്തിക്കഴിഞ്ഞാൽ അതിന് മാറ്റം വരുത്താനും പാടില്ല. വിവാഹനിശ്ചയം നടത്തിയതിനു ശേഷം 3 വർഷത്തിനുള്ളിൽ വിവാഹം നടത്തിയാൽ മതിയാകും. വിവാഹനിശ്ചയം നടത്തിയതിനു ശേഷം പെൺകുട്ടിക്ക് സ്വന്തം മാതാപിതാക്കളോടൊപ്പമോ വിവാഹനിശ്ചയം നടത്തിയ പുരുഷനോടൊപ്പമോ താമസിക്കാവുന്നതാണ്. എന്നാൽ വിവാഹശേഷം മാത്രമേ ഭാര്യാഭർത്തൃബന്ധം അനുവദനീയമായിരുന്നുള്ളൂ. വിവാഹനിശ്ചയം നടത്തിയ സ്ത്രീ പുരുഷന്മാരെ ഭാര്യാഭർത്താക്കന്മാർ എന്നാണ് വിളിച്ചിരുന്നത്. മഹാപ്രധാന ആചാര്യനും മഹാപുരോഹിതന്മാരും ആചാര്യന്മാരും ശ്രേഷ്ഠന്മാരും ജനപ്രതിനിധികളുമെല്ലാം മറിയത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ആകുലചിത്തരായി. അവർ ഒന്നു ചേർന്നിരുന്ന് ആലോചിച്ചു. മഹാപ്രധാന ആചാര്യൻ ആണ്ടിലൊരിക്കൽ മാത്രം പ്രവേശിക്കുന്ന മഹാവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ദൈവത്തോട് മറിയത്തെക്കുറിച്ച് ആലോചന ചോദിക്കാനും ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുവാനും തീരുമാനിച്ചു. ഇതനുസരിച്ച് ജനം പുറത്ത് പ്രാർത്ഥനാ നിരതരായി നിൽക്കുമ്പോൾ മഹാപുരോഹിതനായിരുന്ന സഖറിയ ആരാധനാ വസ്ത്രങ്ങൾ ധരിച്ച് ദേവാലയത്തിൽ വിശുദ്ധ ബലിപീഠത്തിൽ ചെന്ന് മറിയത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ കൃപാസനത്തിൽ നിന്നും ബലിപീഠത്തിൽ നിന്നുമായി ഒരശരീരി ഉയർന്നത് അവിടെ എല്ലാവരും കേട്ടു. കർത്താവിന്റെ ദൂതൻ മഹാപുരോഹിതനോട് പറഞ്ഞു, കന്യകയ്ക്ക് വിവാഹ നിശ്ചയം നടത്തുവിൻ. നീ ഇസ്രയേലിലെ വിഭാര്യന്മാരായ പുരുഷന്മാരെ എല്ലാവരെയും വിളിച്ചു വരുത്തുവിൻ. ഓരോരുത്തരും അവരവരുടെ വടി നിന്റെ കയ്യിൽ തരട്ടെ. ആരുടെ വടിയിൽ ദൈവം അടയാളം കാണിക്കുന്നുവോ ആ വടിയുടെ ഉടമസ്ഥന് കന്യകയെ വിവാഹ നിശ്ചയം ചെയ്ത് അവന്റെ സംരക്ഷണത്തിൽ ഏൽപ്പിക്കുക. ദൈവദൂതന്റെ അറിയിപ്പ് പ്രകാരം ഈ വിവരം യഹൂദദേശത്താകെ വിളംബരം ചെയ്തു. അതീവ സുന്ദരിയും സൽഗുണസമ്പന്നയും കറപുരളാത്ത ദൈവഭക്തയുമായ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ വളരെയേറെ പേർ ആഗ്രഹിച്ചു. യഹൂദദേശത്തിലെ വിഭാര്യന്മാരായ പുരുഷന്മാരെല്ലാവരും ജെറുസലേം ദേവാലയത്തിൽ എത്തിച്ചേർന്നു. ഓരോരുത്തരുടെ കയ്യിൽ നിന്നും വടി സ്വീകരിച്ച് മഹാപുരോഹിതൻ ദേവാലയത്തിൽ വെച്ച് പ്രാർത്ഥിച്ച ശേഷം തിരികെ കൊടുത്തു. ദാവീദിന്റെ ഗോത്രത്തിൽപ്പെട്ട യാക്കോബിന്റെ പുത്രനും നീതിമാൻ എന്ന് പേര് കേട്ടവനും മരപ്പണിക്കാരനുമായ യൗസേപ്പിന്റെ വടി തിരികെ ഏൽപ്പിച്ചപ്പോൾ അത് പുഷ്പിച്ചിരിക്കുന്നതായി കാണുകയും അതിലൊരു പ്രാവ് പറന്നിറങ്ങി വന്നിരിക്കുകയും ചെയ്തു. യൗസേപ്പ് പിതാവിന്റെ രൂപത്തിലെ പുഷ്പിച്ച വടി എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. മഹാപുരോഹിതൻ യൗസേപ്പിനോട് പറഞ്ഞു, കർത്താവിന്റെ കന്യകയെ സ്വീകരിക്കുവാനുള്ള ഭാഗ്യം നിനക്കാണ് ലഭിച്ചിരിക്കുന്നത്. നീ അവളുടെ സംരക്ഷണം ഏറ്റെടുക്കുക. എന്നാൽ അവൻ വിസമ്മതം അറിയിച്ചപ്പോൾ പുരോഹിതൻ അവനോട് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ ഭയപ്പെടുക. ദാത്താൻ, അബീറാം, കോറഹ് എന്നിവരോട് കർത്താവ് എങ്ങനെ പ്രവർത്തിച്ചുവെന്ന് ഓർക്കുക. അവരുടെ നിഷേധത്തിന് ഭൂമി എങ്ങനെ അവരെ പിളർന്നു വിഴുങ്ങി എന്ന് അനുസ്മരിക്കുക. യൗസേപ്പേ, നിന്റെ ഭവനത്തിനും ഇത് സംഭവിക്കാതിരിക്കാൻ നിന്റെ ദൈവമായ കർത്താവിനെ ഭയപ്പെടുക. യൗസേപ്പ് ഭയചകിതനായി. ദൈവത്തിന്റെ ഹിതം ഇങ്ങനെയാണെങ്കിൽ അവരുടെ സംരക്ഷകരെന്ന നിലയിൽ ഞാൻ സ്വീകരിച്ചു കൊള്ളാമെന്ന് അവൻ വാഗ്ദാനം ചെയ്തു. പ്രധാനാചാര്യനും മറ്റാചാര്യന്മാരും യഹൂദ വിധി പ്രകാരം യൗസേപ്പിന്റെയും മറിയത്തിന്റെയും വിവാഹ നിശ്ചയം നടത്തി. അങ്ങനെ കന്യകയായ മറിയം യൗസേപ്പിനോടൊപ്പം അവന്റെ ഭവനത്തിലേക്ക് പോയി. അക്കാലത്ത് യൗസേപ്പിന് തന്റെ പണികൾ പൂർത്തിയാക്കേണ്ടിയിരുന്നതിനാൽ അവൻ മറിയത്തോട് പറഞ്ഞു,
കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് ഞാൻ നിന്നെ സ്വീകരിച്ചു. ഇപ്പോൾ എൻ്റെ ഭവനത്തിലാക്കിയിട്ട് എനിക്ക് ഭവന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി പോകേണ്ടതുണ്ട്. താമസിയാതെ ഞാൻ മടങ്ങി വരും. അതുവരെ ദൈവമായ കർത്താവ് നിന്നെ സംരക്ഷിച്ചുകൊള്ളും. ഗലീലയായിൽ നസറത്തിൽ യൗസേപ്പിന്റെ ഭവനത്തിൽ മറിയം തുന്നൽ, നൂൽനൂൽപ്പ്, നെയ്ത്ത് തുടങ്ങിയവയോടൊപ്പം വീട്ടുപണികൾ ചെയ്തും നോമ്പ്, പ്രാർത്ഥന, ധ്യാനം, വിശുദ്ധ ഗ്രന്ഥ പാരായണം തുടങ്ങിയ ആത്മീയ അനുഷ്ഠാനങ്ങൾ നടത്തിയും ജീവിച്ചു പോന്നു. അക്കാലത്ത് യൂദയായെ മുഴുവൻ അമ്പരപ്പിച്ചുകൊണ്ടൊരു സംഭവം നടന്നു. പ്രധാന പുരോഹിതനായ സഖറിയ ദേവാലയത്തിൽ ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് അറിയിച്ചു, നിന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. ഇതിൽ സംശയിച്ച സഖറിയ ദൂതനോട് ചോദിക്കും, ഇതെങ്ങനെ സംഭവിക്കും? എന്നാൽ ദൂതൻ പറഞ്ഞു, യഥാകാലം പൂർത്തിയാകേണ്ട ദൈവത്തിന്റെ വചനം അവിശ്വസിച്ച നീ ഇത് സംഭവിക്കുന്നതുവരെ മൂകനായിത്തീരും. താമസിയാതെ എലിസബത്ത് ഗർഭം ധരിച്ച് യോഹന്നാന് ജന്മം നൽകും. അതോടുകൂടി സഖറിയായ്ക്ക് സംസാരശേഷി തിരികെ ലഭിക്കും. അവനാണ് സ്നാപക യോഹന്നാൻ.